ID പ്രൂഫിനായി ആധാർ കാർഡ് കൊടുക്കുന്നവർക്ക് ജാമ്യമില്ലാ വകുപ്പിൽ ജയിൽ ശിക്ഷയും പിഴയും വരെ കിട്ടിയേക്കാം. ഹോട്ടലിൽ റൂം എടുക്കുമ്പോഴോ ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോയിൻ ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ആധാറോ അല്ലെങ്കിൽ ആധാറിന്റെ കോപ്പിയോ ID പ്രൂഫിനായി നൽകാറുണ്ടോ? ഇങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ ആധാറോ ആധാറിന്റെ കോപ്പിയോ കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപക്ഷെ ജയിൽ ശിക്ഷയോ പിഴയോ വരെ കിട്ടിയേക്കാം. ജസ്റ്റ് ഒരു ഫോട്ടോസ്റ്റാറ്റ് ആയിട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ മാസ്റ്റർ കീ ആണ്. നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ആധാറും കോപ്പിയുമെല്ലാം പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ചോർന്നു പോകാറുണ്ട്. ഇങ്ങനെ ചോർന്നു പോകുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് പല ഫ്രോഡുകളും നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആധാർ കാർഡോ ID കാർഡോ ഉപയോഗിച്ചുകൊണ്ട് സിം കാർഡുകൾ എടുക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ പേരിലുള്ള സിം ഉപയോഗിച്ച് ഈ തട്ടിപ്പുകാർ പലതരത്തിലുള്ള ക്രൈമുകൾ ചെയ്തെന്ന് വരാം. ഉദാഹരണത്തിന് മറ്റുള്ളവർക്ക് അശ്ലീല മെസ്സേജ് അയക്കുക, മറ്റുള്ളവരെ ത്രെറ്റനിങ് ചെയ്യുക തുടങ്ങി സൈബർ ടെററിസം വരെ ഇത്തരക്കാർക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ മറവിൽ ചെയ്യാൻ കഴിയും. പക്ഷെ കേസാകുമ്പോൾ പ്രതിയെ തപ്പി പോലീസ് ആദ്യം പാഞ്ഞെത്തുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. ഇതൊന്നും ചെയ്തത് നിങ്ങളല്ല എന്ന് കോടതിയിൽ തെളിയിക്കുന്നത് വരെയും നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രതിയായി തന്നെ തുടരുകയും ചെയ്യും. മാത്രവുമല്ല, ഈ തട്ടിപ്പൊന്നും നടത്തിയത് നിങ്ങളല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടേത് മാത്രമായി മാറും. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ മറവിൽ മറ്റൊരാളും ഒരു ക്രൈമും ചെയ്യാതിരിക്കുന്നതിനും ഒരു വഴിയുണ്ട്. ഹോട്ടലിൽ റൂം എടുക്കുകയോ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് വേണ്ടി ID കാർഡ് കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡിന്റെ ആദ്യത്തെ 8 അക്കം മറച്ചുകൊണ്ടുള്ള മാസ്ക്ഡ് ആധാർ കാർഡ് മാത്രമേ നിങ്ങൾ ഇത്തരക്കാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നിർബന്ധമായും ആധാറിന്റെ മുഴുവൻ നമ്പരും തരണമെന്ന് നിങ്ങളോട് ആർക്കും ആവശ്യപ്പെടാൻ കഴിയില്ല. കാരണം ആധാർ ആക്ട് 2016 സെക്ഷൻ 29 അനുസരിച്ച് മറ്റൊരാളുടെ ആധാറിന്റെ മുഴുവൻ നമ്പരും ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ ആധാർ സൂക്ഷിക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇനി ഓൾറെഡി നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ മറവിൽ മറ്റാരെങ്കിലും സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് ഒരു വഴിയുണ്ട്. ഇതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ പോർട്ടൽ തന്നെയുണ്ട്. അതിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുന്ന പക്ഷം നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എത്ര സിമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി അതിൽ വ്യാജ സിമ്മുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ആ നമ്പർ ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഈ പോർട്ടലിന്റെ ഡീറ്റെയിൽസിനായി ആധാർ എന്ന് കമന്റ് ചെയ്തതിനു ശേഷം വീഡിയോ എനിക്ക് ഷെയർ ചെയ്തു തരൂ.